ടെക് വാർത്തകളിലേക്ക്. തീരുവകൾ ഏർപ്പെടുത്തിയിട്ടും ഇലക്ട്രോണിക്സിൽ ഇന്ത്യയ്ക്ക് മുൻതൂക്കം. വിയറ്റ്നാം, തായ്വാൻ എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്കുള്ള തീരുവ കുറവാണെന്ന് വിദഗ്ധർ. വിയറ്റ്നാം, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങൾ US പ്രഖ്യാപിച്ച പുതിയ പരസ്പര താരിഫുകളെ പ്രതിരോധിക്കാൻ ഇറക്കുമതി തീരുവ കുറയ്ക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഇന്ത്യയ്ക്ക് ഇതിന്റെ ആവശ്യമില്ലെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. വിയറ്റ്നാമിന്റെ 46%, തായ്വാന്റെ 36% നിരക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയ്ക്ക് 26% എന്ന കുറഞ്ഞ പരസ്പര താരിഫ് നിരക്കാണ്. മാത്രമല്ല US-ഉമായുള്ള താരതമ്യേന മിതമായ വ്യാപാര മിച്ചം കാരണം നേട്ടവുമുണ്ട്. ഏകദേശം $46 ബില്യൺ ഇന്ത്യയുമായുള്ള US-ന്റെ വ്യാപാര കമ്മി. ചൈന $295.4 ബില്യൺ, വിയറ്റ്നാം $123.5 ബില്യൺ, തായ്വാൻ $73.9 ബില്യൺ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ളതിനേക്കാൾ വളരെ കുറവാണ്. ഇത് വ്യാപാര ചർച്ചകളിൽ തന്ത്രപരമായി ഇടപെടാൻ ഇന്ത്യക്കാകും. ഉൽപാദന ബന്ധിത ഇൻസെന്റീവ് പദ്ധതിയുമായി സംയോജിക്കുമ്പോൾ ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിന് മികച്ച കേന്ദ്രമായി ഇന്ത്യ ഉയർന്നുവരാം. ഇന്ത്യയുടെ അടുത്ത നീക്കം അമേരിക്കയുമായി ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ പിന്തുടരുക എന്നതായിരിക്കണമെന്ന് വിദഗ്ധർ പറയുന്നു. അതിൽ താരിഫ് വിന്യാസം, ഡിജിറ്റൽ വ്യാപാര സൗകര്യം, പരസ്പര നിക്ഷേപം എന്നിവ ഉൾപ്പെടുന്നു. അത്തരമൊരു കരാറിന് ആഗോള ഇലക്ട്രോണിക്സ് വിതരണ ശൃംഖലയിൽ ഇന്ത്യയുടെ പങ്കുറപ്പിക്കാനും US താരിഫുകളുടെ ആഘാതം കുറയ്ക്കാനും കഴിയും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ടെസ്ലയ്ക്ക് വഴിയൊരുക്കാൻ ചൈനയുടെ BYDക്ക് ഇന്ത്യയുടെ റെഡ് സിഗ്നൽ. BYDയുടെ വിപണി പ്രവേശനം ഇന്ത്യ നിയന്ത്രിക്കും. ടെസ്ല കാറുകളുടെ നിക്ഷേപത്തിന് രാജ്യം കൂടുതൽ പ്രാധാന്യം നൽകും. ഇതോടെ പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനിയായ BYDയുടെ വിപണി പ്രവേശം നിയന്ത്രിക്കുമെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. പ്രാദേശിക പങ്കാളിയുമായുള്ള BYDയുടെ $1 ബില്യൺ നിക്ഷേപ നിർദ്ദേശം ഇന്ത്യ കഴിഞ്ഞ വർഷം നിരസിച്ചിരുന്നു. അതേസമയം മറ്റൊരു ചൈനീസ് കാർ നിർമ്മാതാക്കളായ ഗ്രേറ്റ് വാൾ മോട്ടോർ കമ്പനിയും അനുമതി നേടുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ വിട്ടു. എന്നാൽ കഴിഞ്ഞ 3 മാസങ്ങളിലെ വിൽപ്പന കണക്കുകൾ പ്രകാരം ടെസ്ല ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടിവ് നേരിട്ടിരുന്നു. വിൽപ്പനയിൽ 13% ഇടിവ് നേരിട്ടത്. ഈ മാസങ്ങളിൽ ചൈനീസ് വാഹന നിർമ്മാതാക്കളായ BYD 39% വർധനവ് നേടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഡൽഹിയിൽ പെട്രോൾ, ഡീസൽ വാഹനങ്ങൾ നിരോധിച്ചേക്കും. EV പോളിസി 2.0യ്ക്ക് പച്ചക്കൊടി ഉടനെ ഉണ്ടാകും. 2026 ഓഗസ്റ്റ് മുതൽ ഡൽഹിയിൽ പെട്രോൾ, ഡീസൽ, CNG 2 വാട്ട് എന്നിവ നിരോധിക്കാൻ ആവശ്യപ്പെടുന്ന EV പോളിസി 2.0യുടെ കരട് നയത്തിന് ഉടൻ അംഗീകാരം ലഭിക്കാൻ സാധ്യത. ഫോസിൽ ഇന്ധനം ഉപയോഗിക്കുന്ന ഇരുചക്രവാഹനങ്ങൾക്ക് പൂർണ്ണമായ നിരോധനമാണ് നയം നിർദ്ദേശിക്കുന്നത്. ഡൽഹിയിലെ വായുമലിനീകരണം തടയുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. CNGയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷകളും ഫോസിൽ ഇന്ധനം ഉപയോഗിക്കുന്ന വാഹനങ്ങളും ഘട്ടം ഘട്ടമായി നിർത്തലാക്കാനും EV പോളിസി 2.0യുടെ കരട് ലക്ഷ്യമിടുന്നു. ഡൽഹി മന്ത്രിസഭയുടെ അംഗീകാരത്തിന് ശേഷം പുതിയ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ. EV പോളിസി 2.0യുടെ കരട് ശുപാർശകൾ അനുസരിച്ച് അടുത്ത ഓഗസ്റ്റ് 15 മുതൽ ഡൽഹിയിൽ പുതിയ CNG ഓട്ടോറിക്ഷ രജിസ്ട്രേഷനുകൾ അനുവദിക്കില്ല. പകരം ഇലക്ട്രിക് ഓട്ടോ പെർമിറ്റുകൾ മാത്രമേ നൽകൂ. 10 വർഷത്തിലധികം പഴക്കമുള്ള CNG ഓട്ടോകൾ ബാറ്ററികളിൽ പ്രവർത്തിപ്പിക്കുന്നതിന് മാറ്റിസ്ഥാപിക്കുകയോ പുതുക്കുകയോ ചെയ്യേണ്ടിവരും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. LPG വില വർധന, പെട്രോൾ, ഡീസൽ, എക്സൈസ് തീരുവ വർധന എന്നിവ വഴി എണ്ണ കമ്പനികൾ സമാഹരിക്കുക 9,000 കോടി രൂപ. 2025 സാമ്പത്തിക വർഷത്തിലെ 41,338 കോടി രൂപയുടെ നഷ്ടം നികത്താനാണ് നടപടി. LPG വിലയിൽ 50 രൂപ വർദ്ധിപ്പിക്കുമെന്ന് തിങ്കളാഴ്ച സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. പെട്രോളിനും ഡീസലിനും 2 രൂപ എക്സൈസ് തീരുവ വർദ്ധിപ്പിക്കാനും തീരുമാനമായി. എണ്ണ വിപണന കമ്പനികളുടെ 2025 സാമ്പത്തിക വർഷത്തിലെ 41,338 കോടി രൂപയുടെ നഷ്ടം നികത്താനുള്ള നടപടിയാണിത്. പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവ 2026 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 9,000 കോടി രൂപ സമാഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സിഡിയുള്ള LPG വിൽപ്പനയിൽ എണ്ണ കമ്പനികൾക്കുണ്ടായ 41,338 കോടി രൂപയുടെ നഷ്ടം നികത്താൻ 32,000 കോടി രൂപയുടെ നഷ്ടപരിഹാര പാക്കേജിന് ക്യാബിനറ്റിനോട് അനുമതി ചോദിക്കാനും പെട്രോളിയം മന്ത്രാലയം പദ്ധതിയിടുന്നു. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ 2 രൂപ വർദ്ധിപ്പിച്ചെങ്കിലും വർധനവ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കില്ലെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. AI തൊഴിൽ നിയമനങ്ങളിൽ കുതിച്ചുചാട്ടം നടത്തി ഇന്ത്യ. എന്നാൽ പേറ്റന്റുകളിൽ രാജ്യം പിന്നിലെന്ന റിപ്പോർട്ട്. AI നിയമനത്തിൽ വർഷം തോറും 33% നിരക്കിൽ ഇന്ത്യ 1ാം സ്ഥാനത്താണ്. ജിറ്റ്ഹബ് AI പ്രോജക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. US-ന് ശേഷം AI ശേഷിയിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണുള്ളത്. എങ്കിലും ആഗോള AI പേറ്റന്റുകളുടെ 0.37% മാത്രമാണ് ഇന്ത്യക്കുള്ളത്. 70%വുമായി ചൈനയും 14%വുമായി US-ഉം മുന്നേറുകയാണ്. ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും AI സാങ്കേതികവിദ്യയെക്കുറിച്ച് ആഗോളതലത്തിൽ വിശ്വാസം ഉയർന്നിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ തൊഴിൽ രീതികളെ AI മാറ്റിമറിക്കുമെന്നാണ് കണക്കാക്കുന്നത്.
ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.